ഹായ് കൂട്ടുകാരെ, പ്രമീള പ്രകാശ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി ജ്യൂസ് ഉണ്ടാക്കുകയാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കഴിക്കാം. അന്നേരം നമുക്ക് പ്രത്യേകിച്ച് വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണ്ട, ഈ ഒരു ജ്യൂസ് കഴിച്ചാൽ മതി. പക്ഷേ വിശപ്പിൻ്റെ അസുഖമുള്ളവർക്ക് ഇത് മതിയോയെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അതിലേക്ക് ചേർക്കാൻ ബദാം പരിപ്പ് എടുത്തിട്ടുണ്ട്, ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്, കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്, ഏത്തപ്പഴം ഒരു ഏത്തപ്പഴം മതി, ഇത് ചെറുതായതുകൊണ്ട് 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വാൽനട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിയ പാലെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കവറ് ഹോർലിക്സ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കിന്നൊരു അടിപൊളി ജ്യൂസ് തയ്യാറാക്കാം. ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ആദ്യം നമ്മുടെ ഈ നട്ട്സ് എല്ലാം കൂടെ ഒരു ചെറിയ ജാറിലേക്കിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് ഭയങ്കരമായിട്ടങ്ങ് അരഞ്ഞു പോകണ്ട, എന്നാൽ അത്യാവശ്യം അരയും വേണം. ഈ ബദാം പരിപ്പും ഈ വാൽനട്ടും ഒക്കെ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് തൊലി കളഞ്ഞെടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം അപ്പോൾ ഈ വാൽനട്ടൊക്കെ കഴിക്കുന്നവർക്ക് ചിലപ്പോൾ അലർജി ഉണ്ടാകാറുണ്ട്. അവർക്കൊക്കെ അത് നല്ലത് അങ്ങനെ തൊലി കളഞ്ഞെടുക്കുന്നതാണ്. എന്തായാലും നമുക്കിത് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പം നട്ട്സെല്ലാം നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പഴവും പാലും ഇതും ഹോർലിക്സും എല്ലാം കൂടെ മിക്സിയുടെ ജാറിലോട്ടിട്ട് ജ്യൂസ് തയ്യാറാക്കാം. കുറച്ച് പാൽ ആദ്യം ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ ഫ്ലേവറിന് വേണ്ടി ഒരു ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ഹോർലിക്സും കൂടി തട്ടിയിട്ട് കൊടുക്കാം. കുറേശ്ശെ പാൽ ചേർത്ത് ജ്യൂസ് അടിച്ചെടുക്കാം. ഇപ്പോൾ ഒരു തിക്കായിട്ടാണ് കിട്ടിയിരിക്കുന്നത്, നല്ല തിക്കായിട്ടാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല തിക്കായിട്ടാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനി കുറച്ച് ബാക്കി പാലും കൂടെ ചേർത്തടിച്ചെടുക്കാം. അപ്പം ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇതിൽ മധുരമൊന്നും ചേർത്തിട്ടില്ല. ഈ ഡേറ്റ്സിൻ്റെ മധുരമേ ഉള്ളൂ. വേറെ മധുരം പഞ്ചസാര ചേർക്കേണ്ടവർക്ക് ചേർക്കാം. ഇതിപ്പം ഞാൻ മധുരമൊന്നും ചേർത്തിട്ടില്ല. ഒരു ഗ്ലാസ് കുടിച്ചാൽ നമുക്ക് ഉച്ചവരെ വിശക്കാതെ നിൽക്കും. പിന്നെ വിശപ്പ് കൂടുതലുള്ളവർക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കേണ്ടി വരും കേട്ടോ. ഇതിലെല്ലാം പ്രോട്ടീനും എല്ലാം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഈ ജ്യൂസ് ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഉപയോഗിക്കാം. നല്ലൊരു ജ്യൂസാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കറിയൊന്നും ഉണ്ടാക്കാൻ നടക്കണ്ട, ഇതാകുമ്പോൾ ഒരു ഗ്ലാസ് കുടിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നല്ലൊരു ജ്യൂസാണ്, എല്ലാ വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ലൈക്കും ഷെയറും കമൻറ്റും തരണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ ജ്യൂസ് ഇപ്പം ഒരാൾക്ക് കഴിക്കാൻ ഇത്രയും നട്ട്സൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നട്ട്സ് എല്ലാം 4-5 വീതം ചേർത്താൽ മതി. പിന്നെ വാൽനട്ട് അത് അത്യാവശ്യമില്ല, അത് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ചേർത്തെന്നേ ഉള്ളൂ. വാൽനട്ട് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ പഴം ഒരു മീഡിയം സൈസ് എടുത്താൽ മതി. പാലൊരു ഗ്ലാസ്, ആ അളവിലാണ് ഒരാൾക്ക് കഴിക്കാൻ ജ്യൂസ് അടിച്ചെടുക്കേണ്ടത്. ഞാനിതെല്ലാം കൂടി ഇത്തിരി കൂടുതൽ ചേർത്ത് കൂടുതൽ അളവിലാണ് അടിച്ചെടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഒരാൾക്ക് കഴിക്കാനായിട്ട് 4-5 ബദാം പരിപ്പ്, അതേപോലെ കാഷ്യൂനട്ട്, അതേപോലെ ഈന്തപ്പഴം അങ്ങനെ എടുത്താൽ മതി. പിന്നെ അതുകൊണ്ട് ഞാൻ എടുത്ത അളവല്ല ഒരാളുടേത് കേട്ടോ, അത് ഇച്ചിരി കൂടുതലാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് 2 പേർക്ക് കഴിക്കാനുള്ള ജ്യൂസ് ഉണ്ടായിരുന്നു.